തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെയും പൂർത്തിയാക്കാൻ പറ്റാതെ അത് അവസാനിപ്പിച്ച് പോകാൻ പതിവ്. പിന്നെ നിങ്ങളാരും പേടിക്കണ്ട, ഈ സമയത്ത് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാണുന്നുണ്ട് വായെല്ലാം ഇങ്ങനെ തുറക്കുന്നുണ്ട് ആൾക്കാർ, മുഖമെല്ലാം ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് കാണാം ഇരുട്ടത്താണെന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ അധികം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, എനിക്കധികം സംസാരിക്കാനും അറിയില്ല ഒന്നാമത്. പിന്നെ ഞാൻ ഇവിടത്തേക്ക് അരമങ്ങാനത്തിനോട് അല്ലെങ്കിൽ ഈ നാട് എനിക്കറിയുന്നത് ഞാൻ കലാജാഥക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, വേനൽത്തുമ്പിക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് നാടകം കളിച്ചിട്ടുണ്ട് ഞാൻ. ആ കാലഘട്ടത്തിൽ ഓർമ്മയും പിന്നെ ഞാൻ ഈ ചെമ്മനാടാണ് പഠിച്ചത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയൊക്കെയാണ് എനിക്ക് അരമങ്ങാനായിട്ടുള്ള ബന്ധം. ഇപ്പം ഒരു കലാകാരനായിരിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തനമായിരിക്കുന്നതുകൊണ്ട് പൊതുചടങ്ങിലേക്ക് പോവാതിരിക്കാം. നമ്മുടെ നാട്ടിൽ ഞാൻ കഴിയുന്നതും എല്ലാം ഒഴിവാക്കലുണ്ട്, സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട്. പക്ഷെ ഏതെങ്കിലുമൊക്കെ കൂട്ടായ്മയുടെ കൂടെ വന്ന് നിൽക്കേണ്ടതല്ലേ, ആ ഒരു ഉത്തരവാദിത്തം എടുക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ അംബേദ്കർ വായനശാലയുടെ ഇവിടെ ധ്വനിയിൽ വിഷുക്കണി വെച്ചിട്ട് കണ്ടു ഞാൻ, അംബേദ്കറിൻ്റെ ഫോട്ടോ കൂടെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇത് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് തെറ്റായി പോയില്ല എന്ന് തോന്നി. എനിക്ക് അത് കറക്റ്റായിരുന്നു എന്ന് തോന്നി. ഇന്ന് നമ്മൾ അംബേദ്കറിനെ ഭയങ്കരമായിട്ട് ഓർമ്മിക്കേണ്ട സമയമാണ്. അംബേദ്കറിനെ കുറിച്ചിട്ട് കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. ഞാൻ ഇന്നും എൻ്റെ മരുമകളോട് ഒരു ക്ലാസ്സൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്, എനിക്കറിയാവുന്ന അത്രയും വെച്ചിട്ടാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനൊരു അംബേദ്കറിൻ്റെ പേരിലുള്ള ഒരു വായനശാല ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഞാനും ഇങ്ങനൊരു വായനശാല, കുണ്ടകുഴി സാംസ്കാരിക നിലയത്ത് വായനശാലയുടെ മുകളിലിരുന്നിട്ടൊക്കെ നേരായ വഴിയിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ തെറ്റിപ്പോകില്ലേ, വായിച്ച് ചിന്തിച്ചൊക്കെ അങ്ങനെ വഴിമാറി നടന്നിട്ടാണ് ഞാനിപ്പോൾ ഉള്ള ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനശാല നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് വായനശാലയ്ക്ക് നമുക്കറിയാം, നമ്മൾ ഭയങ്കര റീൽസും ഇതൊക്കെ നോക്കി നിൽക്കുന്ന സമയമാണ്. ഭയങ്കര ഷോർട്ട് സ്പാൻ സമയമേ ഉള്ളൂ നമുക്കൊരു കാര്യത്തിലേക്ക് കാണാനും അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാനും ഒക്കെ. അതിൻ്റെ അടുത്ത് വായിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല. പക്ഷെ ആ സമയത്തും എനിക്ക് തോന്നുന്നത് അരമങ്കാനക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ വായിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഈ 20 വർഷം ഈ കൂട്ടായ്മ ഉണ്ടായിട്ട് 20 വർഷത്തോളം ഇങ്ങനെ ഇവിടെ കൂടാൻ, ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇങ്ങനെ കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫാമിലി എല്ലാവരും വീട് അടച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു നല്ല ഭാവിയിലേക്ക് നല്ല ചിന്തിച്ച് വളർത്തുന്ന ഒരു തലമുറയാക്കി മാറ്റാൻ പറ്റുന്നതിൻ്റെ ഭാഗമാവാൻ നമ്മൾ അംബേദ്കർ വായനശാലയ്ക്ക് കഴിയട്ടെ. ഞാനും അഭിമാനിക്കുന്നു അതിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാവാൻ ഇവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു പേഴ്സണൽ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്, മരണമാസ്. ഒരാഴ്ചയും കൂടി അത് തിയേറ്ററിലുണ്ടാവും. അപ്പോൾ കാണാത്തവരെല്ലാം പോയിട്ട് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം എന്നെ നേരിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഉള്ള ബന്ധുക്കൾ, എൻ്റെ അളിയനും പെങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്, അവരോട് ആരോടെങ്കിലും പറഞ്ഞിട്ട് അറിയിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഇതിലേക്ക് വിളിച്ചതിനുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ജയ് ഭീം.